ഹായ് ഹലോ. അപ്പോൾ നമ്മൾ +2 സോഷ്യോളജിക്കാർ ഈയിടെയായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കായിരിക്കും അഡീഷണൽ ടോപ്പിക് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ലൈവിലാണെങ്കിലും ക്ലാസ് റൂമിലാണെങ്കിലും ഒക്കെ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും, അയ്യോ അഡീഷണൽ ടോപ്പിക് പഠിച്ചോ, ഏതൊക്കെയായിരുന്നു അഡീഷണൽ ടോപ്പിക്, അങ്ങനെയുള്ള ഈ ഒരു വാക്കുകൾ മിക്ക ആളുകളും കേട്ടിട്ടുണ്ടാവും. ഇനിയും കേൾക്കാത്ത ആളുകൾക്ക് ഉണ്ടെങ്കിൽ അവരോടും കൂടിയാണ് പറയുന്നത്. നമ്മൾ +2 സോഷ്യോളജിക്കകത്ത് ഒരുപാടൊന്നുമില്ല, കുറച്ച് അഡീഷണൽ ടോപ്പിക് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് എന്താണ് സംഭവം എന്നല്ലേ, അത് ഞാൻ പറഞ്ഞുതരാം. അഡീഷണൽ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ NCERT ചില ടോപ്പിക്കുകൾ ഒഴിവാക്കുകയും എന്നാൽ നമ്മുടെ SCERT എന്ത് ചെയ്തു, ഈ NCERT ഒഴിവാക്കിയ ചില ടോപ്പിക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഫലത്തിൽ പറയുകയാണെങ്കിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല, എന്നാലും ചില ടോപ്പിക്കുകളിലൊക്കെ നമുക്ക് അഡീഷണൽ ആയിട്ട് ചില ഭാഗങ്ങൾക്ക് നമ്മൾ സ്ട്രെസ് കൊടുക്കേണ്ടതുണ്ട്. ചില ഭാഗങ്ങൾ കൂടുതലായിട്ട് SCERT എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കൊക്കെ അവൈലബിൾ ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ലൈവിലൊക്കെ പൊതുവേ പറയാറുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ അഡീഷണൽ ടോപ്പിക്ക് ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, കഴിഞ്ഞ പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ, അതായത് 2024 പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് ഈ അഡീഷണൽ ടോപ്പിക്കിൻ്റെ അകത്ത് നിന്ന്, അതായത് +2 അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ള ഈ ടോപ്പിക്സിൻ്റെ അകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് 4 മാർക്ക് 2 മാർക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു സമയം ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയും സംശയമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ, ഏതൊക്കെ ഭാഗങ്ങളാണ് അഡീഷണൽ ആയിട്ട് നമ്മൾ നോക്കേണ്ടത്, വിട്ടുപോവാതെ പഠിച്ചിരിക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ജസ്റ്റ് നമുക്ക് ഏതൊക്കെയാണ് ടോപ്പിക്സ് എന്നുള്ളത് കണ്ടുപോവാം. ഇതിനകത്ത് ആദ്യത്തെ ചാപ്റ്ററിനകത്തേക്ക് ഹൗ ടു ലേൺ സോഷ്യോളജി എന്ന് പറഞ്ഞുകൊണ്ടാണ് അഡീഷണൽ ടെക്സ്റ്റ് ബുക്കിനകത്തെ ഒന്നാമത്തെ ചാപ്റ്റർ വരുന്നത്. ഇതിനകത്ത് നമുക്ക് 2 ടോപ്പിക്കുകളാണ് നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഒന്ന് കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കും, അതുപോലെ തന്നെ സോഷ്യോളജിക്കൽ ഇമാജിനേഷനും, അതായത് സാമാന്യ ബോധജ്ഞാനം. ഇത് നമ്മൾ എവിടെ പഠിച്ചതാടാ, +1 പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ സമൂഹശാസ്ത്ര സങ്കല്പം അല്ലെ, സമൂഹശാസ്ത്ര സങ്കല്പം. ഈ 2 ടോപ്പിക്കുകൾ നമ്മളുടെ ഒന്നാമത്തെ ചാപ്റ്ററിനകത്തേക്ക്, അതായത് അഡീഷണൽ ടെക്സ്റ്റ് ബുക്കിന്റെ ഒന്നാമത്തെ ചാപ്റ്ററിനകത്ത് വരുന്ന 2 ഹെഡിങ്സ് ആണിത്, അല്ലെങ്കിൽ 2 കണ്ടന്റുകളാണ് നമ്മുടെ കോമൺ സെൻസ് നോളജും അതുപോലെ തന്നെ സോഷ്യോളജിക്കൽ ഇമാജിനേഷനും. അതിൻ്റെ അർത്ഥം ഇത് നിങ്ങൾ +1 പഠിച്ചതാണെങ്കിലും +2 എന്ത് വരുന്നുണ്ട്, അഡീഷണൽ ആയിട്ട് ഈ ടോപ്പിക്സ് വരുന്നുണ്ട്. ഈ ടോപ്പിക്സ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, ഇത് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് എവിടെ ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എന്താണ്, എങ്ങനെയാണ് അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ലൈവിൽ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ അതിന് നിർബന്ധമായിട്ട് നിങ്ങൾ ലൈവുകൾ കാണുക. അതിനകത്ത് നമ്മൾ ഈ അഡീഷണൽ ടോപ്പിക്കിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ്, കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ലൈവ് കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ 2 ടോപ്പിക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അഡീഷണൽ ടെക്സ്റ്റ് ബുക്കിനകത്തെ 2ാമത്തെ ചാപ്റ്ററിൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടാണ് 2ാമത്തെ ചാപ്റ്റർ വരുന്നത്. ഓൾറെഡി സാമൂഹ്യ സ്ഥാപനങ്ങൾ അല്ലെ, സാമൂഹ്യ സ്ഥാപനങ്ങളെ മനസ്സിലാക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ചാപ്റ്റർ ഓൾറെഡി നമ്മുടെ നിലവിലുള്ള ടെക്സ്റ്റ് ബുക്കിനകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. നിങ്ങൾ അതിനകത്ത് സ്ട്രെസ് കൊടുത്താലും മതി. അതിനകത്ത് കൂടുതലായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് കാസ്റ്റ് സിസ്റ്റം അഥവാ ജാതി വ്യവസ്ഥ. എന്താണ്, ജാതി വ്യവസ്ഥ ശ്രദ്ധിക്കണം, പഠിക്കണം. അതിനകത്ത് തന്നെ ഓക്കെ, അതുപോലെ തന്നെ സാമൂഹ്യ ബഹിഷ്കരണം ഇമ്പോർട്ടൻ്റ് ആണ്. സാമൂഹ്യ ബഹിഷ്കരണം ഇതെന്താന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ദലിത് വിഭാഗം. എന്താണ് ദലിത് വിഭാഗങ്ങൾ, എന്താണ് ദലിത് എന്ന് പറയുന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്, ഇത്തരത്തിലുള്ള ദലിത് സ്റ്റഡീസും എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ഒരു ടോപ്പിക്കും നിങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഡീഷണൽ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ നിർബന്ധമായിട്ടും വായിച്ചു നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് ട്രൈബ്സ്, ആദിവാസി വിഭാഗങ്ങളെക്കുറിച്ച്, കേരളത്തിലെ ആദിവാസി വിഭാഗങ്ങളെക്കുറിച്ച് അഡീഷണൽ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. കേരളത്തിലെ ആദിവാസി വിഭാഗങ്ങളെക്കുറിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നുണ്ട്. നമ്മളുടെ നോർമൽ ടെക്സ്റ്റ് ബുക്കിനകത്തല്ല, അഡീഷണൽ ടെക്സ്റ്റ് ബുക്കിനകത്ത് അത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അത് ജസ്റ്റ് വായിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ മാർക്കറ്റിൽ തന്നെ വെർച്വൽ മാർക്കറ്റിംഗ്. എന്താണ് വെർച്വൽ മാർക്കറ്റിംഗ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വെർച്വൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചും നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ വിഷൻ ആൻഡ് മിഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട്
കുറച്ച് കാര്യങ്ങൾ അത് നമുക്ക് നെക്സ്റ്റ് ഒരു മെയിനായിട്ടൊരു ചാപ്റ്ററായിട്ട് തന്നെ അഡീഷണൽ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നുണ്ട്. ഈ ഭാഗത്തു നിന്നൊക്കെ എന്ത് വന്നിട്ടുണ്ടാ കഴിഞ്ഞ വർഷം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. വെർച്വൽ മാർക്കറ്റിങ്ങിനകത്തു നിന്നൊക്കെ കഴിഞ്ഞ വർഷം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ വിഷൻ ആൻഡ് മിഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് വരുന്നുണ്ട്. അതിനകത്ത് തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും അതിൻ്റെ കോർ വാല്യൂസ് ഏതൊക്കെയാണ്, എന്താണ് സോഷ്യൽ ജസ്റ്റിസ്, അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ കേന്ദ്ര മൂല്യങ്ങൾ കേട്ടോ, ഇന്ത്യൻ ഭരണഘടനയുടെ കേന്ദ്ര മൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അത് പഠിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ പറയുന്ന പരമാധികാരം പോലുള്ള പ്രധാനപ്പെട്ട മൂല്യങ്ങളെ കുറിച്ചൊക്കെ അത് എന്താണെന്ന് കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ എന്താണ് സോഷ്യൽ ജസ്റ്റിസ് അല്ലെങ്കിൽ സാമൂഹ്യ നീതി, എന്താണ് സാമൂഹ്യ നീതി, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കി വെക്കണം. പിന്നെ അതുപോലെ തന്നെ ഫെഡറലിസം എന്താണെന്നുള്ളതിനെ കുറിച്ച് പഠിക്കാനുണ്ട്. സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്താണെന്നുള്ളത് പഠിക്കാനുണ്ട്. റീജിയണലിസം അല്ലെ, പ്രാദേശികതാവാദം അല്ലെ, പ്രാദേശികതാവാദം. പിന്നെ എന്ത് പഠിക്കാനുണ്ട്, കമ്മ്യൂണലിസം നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ വ്യൂസ് ഓഫ് ജവഹർലാൽ നെഹ്റു ഓൺ മോഡേൺ ഇന്ത്യ, എന്തൊക്കെയായിരുന്നു ജവഹർലാൽ നെഹ്റുയുടെ ആശയങ്ങൾ, മോഡേൺ ഇന്ത്യയെക്കുറിച്ചുള്ള ജവഹർലാൽ നെഹ്റുയുടെ ആശയങ്ങൾ പഠിക്കാനുണ്ട്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഏതൊക്കെയാണെന്നുള്ളത്, ഈ കാര്യങ്ങളും ഈ മൂന്നാമത്തെ ചാപ്റ്ററായിട്ട് പഠിക്കാനുണ്ട്. പിന്നെ ഒരു ചാപ്റ്ററും കൂടി നമുക്ക് അഡീഷണൽ ടെക്സ്റ്റ് ബുക്കിനകത്ത് വരുന്നുള്ളൂ. നാലാമത്തെ ചാപ്റ്ററിനകത്ത് സോഷ്യൽ ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ, അതായത് മോഡേണൈസേഷനും ട്രഡീഷനും എന്താണെന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ മോഡേണൈസേഷനും ട്രഡീഷനും എന്താണെന്ന് ഡിസ്കസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഇൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, എന്തൊക്കെ ഡെവലപ്മെന്റ് ആണ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുള്ളത്. ട്രേഡ് യൂണിയൻസ്, കേരളത്തിലെ ട്രേഡ് യൂണിയൻസിനെ കുറിച്ച് നിങ്ങൾക്ക് അതിനകത്ത് വായിക്കാം. അതുപോലെ തന്നെ സോഷ്യൽ മൂവ്മെന്റ്, മീഡിയം ഓഫ് സോഷ്യൽ ചേഞ്ച് ആയിട്ട് വാട്ട് ഈസ് സോഷ്യൽ മൂവ്മെന്റ് എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് എന്താണ് സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഓൾഡ് ആൻഡ് ന്യൂ സോഷ്യൽ മൂവ്മെന്റ്, ഇതും ചോദ്യം വരാറുള്ളതാണ്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. പഴയ ടെക്സ്റ്റ് ബുക്കിലും നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. പഴയതും പുതിയതുമായിട്ടുള്ള സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ, അവയുടെ പശ്ചാത്തലത്തിലുള്ള വ്യത്യാസം, അവയുടെ ലക്ഷ്യങ്ങളിലുള്ള വ്യത്യാസം, ഇതൊക്കെ കൃത്യമായിട്ട് എടുത്ത് പഠിക്കണം. ഇത് വീണ്ടും അഡീഷണൽ ടോപ്പിക്കിൽ ആഡ് ചെയ്ത് വന്ന സാധനങ്ങളായതുകൊണ്ട് തന്നെ ഇതിന് പ്രാധാന്യം കൂടുന്നുണ്ട്. പിന്നെ എന്താണ് ട്രാൻസ്ജെൻഡർ പോളിസി, കേരളത്തിൽ ട്രാൻസ്ജെൻഡർ പോളിസി എന്താണെന്നുള്ളതും അഡീഷണൽ ടോപ്പിക്കിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇത്രയാണ് ടോപ്പിക്കുകൾ, ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഇനിയും ആരെങ്കിലും അഡീഷണൽ ടോപ്പിക്കിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യണം, ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. ഇതൊക്കെയാണ് അഡീഷണൽ ടോപ്പിക്കായിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉള്ളത്. ഇനി ഇതിൻ്റെ അകത്തുള്ള കണ്ടന്റ് എവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഇംഗ്ലീഷ് മെറ്റീരിയൽ ഒക്കെയാണ്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓരോ ലൈവുകളിലും ക്ലാസ്സിനകത്തുമൊക്കെ ഇതിൻ്റെ അഡീഷണൽ ടോപ്പിക്ക് പ്രത്യേകിച്ച് പറയാറുണ്ടായിരുന്നു, കൊടുക്കാറുണ്ടായിരുന്നു. അതുപോലെ എഡ്യൂബോട്ടിൻ്റെ ആപ്പിനകത്ത് കൃത്യമായിട്ട് അഡീഷണൽ ടോപ്പിക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ചാപ്റ്ററിലും ചോദിച്ചിട്ടുള്ള അഡീഷണൽ ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ക്ലാസ് ആയിട്ട് തന്നെ വിത്ത് മലയാളം നോട്ട്സ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അതെന്ത് ചെയ്യുക, അത് കാണാൻ ആരും വിട്ടുപോകരുത്. അതുപോലെ തന്നെ നമ്മൾ ഇനി വരുന്ന ലൈവുകളിൽ കഴിഞ്ഞ എക്സാമിനൊക്കെ ഈ ഭാഗത്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇൻ കേസ് ഞാൻ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലൈവിൻ്റെ സമയത്ത് കൃത്യമായിട്ട് ചോദിക്കണം. അഡീഷണൽ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ഏതായിരുന്നു മിസ് ചെയ്യുന്നുള്ളത് ഞാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കണം, മറക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ അഡീഷണൽ ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് നിങ്ങൾ വിട്ടുകളയരുത്, കാരണം മിനിമം ഒരു 6 മാർക്കെങ്കിലും ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഓരോ മാർക്കും നമുക്ക് എന്താണ് ഇനി അങ്ങോട്ട് വിലപ്പെട്ട ആയതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളും കൂടെ നിങ്ങളുടെ പഠനത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് മറ്റ് ലൈവുകളിലൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.